അല്ല നിങ്ങൾ ഇതുവരെ പോയില്ലേ ദുർഗെ? ആ അമ്മ ഒരാളെ ഇവരെങ്ങനെ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇവള് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്, അത് മറക്കണ്ട. ഓ, ദുർഗയുടെ കാര്യം ഓർത്ത് നിനക്ക് ഒരു ടെൻഷനും വേണ്ട. തൽക്കാലം നീ നിന്റെ മോളുടെ കാര്യം മാത്രം നോക്ക്. ദുർഗയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓ, അല്ലെങ്കിലും ഇവൾ എന്ത് തെറ്റ് ചെയ്താലും അമ്മ അതൊന്നും കാണില്ലല്ലോ. എല്ലാത്തിനും എന്തെങ്കിലും ന്യായം കാണുമല്ലോ അമ്മയ്ക്ക് പറയാം. സത്യത്തിൽ നിങ്ങൾക്ക് നാണില്ലേ ദുർഗയുടെ പിറകെ ഇങ്ങനെ നടക്കാൻ? വെറുതെ ഇരുന്ന് വട്ടുപിടിക്കാണെങ്കിലേ പോയി പറമ്പിലെ കാടും പടലും ഒക്കെ പറിച്ച് വൃത്തിയാക്ക്. അങ്ങനെയെങ്കിൽ തിന്നതൊക്കെ ഒന്ന് ദഹിക്കട്ടെ. കിരണേ, നീ വണ്ടി സ്റ്റാർട്ടാക്ക്. എന്നിട്ട് രണ്ടുപേരും കൂടി പോകാൻ നോക്ക്. ഒരു പണിയില്ലാത്തവർക്ക് ഇങ്ങനെ ഓരോന്നും പറഞ്ഞു നിൽക്കാം. നിങ്ങൾക്ക് സമയത്ത് സ്കൂളിൽ ചെല്ലണ്ടേ? ശരി മുത്തശ്ശി. ചെല്ല് ചെല്ല് മോളെ, ചെല്ലേ. മോള് കേറ്, ചെല്ല്. ഇങ്ങനെ രണ്ടെണ്ണം കഷ്ടം. ആഹാ, ആരൊക്കെയാ ഇത്? വാ, അകത്തേക്ക് വാ. നിങ്ങളെ കാണുമ്പോ മോൾക്കത് വലിയ സന്തോഷാവും. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്താ മടിച്ചു നിൽക്കുന്നേ? അകത്തേക്ക് വാ. വേണ്ട ചേച്ചി, നമുക്ക് പുറത്തു നിന്ന് സംസാരിക്കാം. ആ, എന്തുപറ്റി? നിങ്ങളുടെ മുഖത്തെന്തോ ഒരു ടെൻഷനുള്ള പോലെ. അത് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം കുറച്ച് സീരിയസ് ആണ്. അതെ, തൽക്കാലം നമ്മൾ സംസാരിക്കുന്നത് മറ്റാരും കേൾക്കണ്ട. ചേച്ചി മഹാദേവൻ അങ്കിളിനെ കൂടി ഒന്ന് വിളിക്കണം. എന്താ ദുർഗെ, കാര്യം എന്തായാലും എന്നോട് പറയേ. അല്ല ചേച്ചി, ഈ കാര്യം സംസാരിക്കുമ്പോ അങ്കിള് കൂടി ഉണ്ടാവണം. ചെറിയച്ഛൻ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. നിങ്ങൾ കാര്യം എന്താന്ന് എന്നോട് പറ. അത് ചേച്ചി, രണ്ടുപേർക്കും എന്താ പറ്റിയത്? നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരൊന്നും അല്ലല്ലോ. പിന്നെ എന്തിനു സംസാരിക്കാൻ ഇങ്ങനെ മടിക്കുന്നത്? കാര്യം എന്ത് തന്നെയായാലും പറയേ.